മൂത്രത്തിൽ രക്തമായിരുന്നു ആദ്യ ലക്ഷണം. ആ വൈകുന്നേരം ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ഇമ്രാൻ ഹാഷ്മി മകനെ അർബുദം സ്ഥിരീകരിച്ച നാളുകളെ കരുത്തോടെ അതിജീവിച്ചതിനെ കുറിച്ച് തുറന്നു പറഞ്ഞ് ബോളിവുഡ് നടൻ ഇമ്രാൻ ഹാഷ്മി. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇമ്രാൻ ഹാഷ്മിയുടെ മകൻ അയാനെ അർബുദം സ്ഥിരീകരിക്കുന്നത്. ഇക്കാലങ്ങളിൽ താനും ഭാര്യ പർവീൺ ഷഹാനിയും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയതെന്നും ഇമ്രാൻ പറഞ്ഞു. ഒരു ദിവസം ഉച്ചഭക്ഷണത്തിനിടെയാണ് മകന്റെ അർബുദ ലക്ഷണത്തെക്കുറിച്ച് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ജീവിതം കീഴ്മേൽ മറിഞ്ഞ വൈകുന്നേരമാണത്. ഭക്ഷണത്തിനിടെ മകൻ ഭാര്യയോട് തന്നെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് അവന്റെ മൂത്രത്തിൽ രക്തം കണ്ടതിനെ കുറിച്ച് മകൻ പറഞ്ഞത്. സന്തോഷകരമായ ആ ഉച്ചഭക്ഷണ സമയം പേടി സ്വപ്നം പോലെ മാറുകയായിരുന്നു. ഇമ്രാൻ ഹാഷ്മി പറയുന്നു, 3 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെന്നും അവിടെ വെച്ചാണ് മകനെ അർബുദം സ്ഥിരീകരിച്ചതെന്നും ഇമ്രാൻ ഹാഷ്മി പറയുന്നു. അടുത്ത ദിവസം തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും കീമോതെറാപ്പി ആരംഭിക്കുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങൾ തനിക്കും കുടുംബത്തിനും ഉത്കണ്ഠ നിറഞ്ഞതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മകന്റെ മുന്നിൽ കരുത്ത് കൈവിടാതെ നിൽക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അർബുദമാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ സമയത്ത് മകന്റെ മുന്നിൽ വെച്ച് ഒന്ന് കരയാൻ പോലും കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. മുറിയിലെത്തിയതിനു ശേഷം അവൻ കാണാതെയാണ് കരഞ്ഞത്. കാരണം മകൻ തങ്ങൾ കരയുന്നത് കണ്ട് മാനസികമായി തളർന്നു പോകരുതെന്നത് പ്രധാനമായിരുന്നു. അന്ന് മകന് വെറും 3.5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന അർബുദമാണ് സ്ഥിരീകരിച്ചത്. 4ാം പിറന്നാളിന് 1 മാസം മുമ്പായിരുന്നു രോഗസ്ഥിരീകരണം. ഇമ്രാൻ ഹാഷ്മി പറഞ്ഞു. 2014 ജനുവരി 14 അയാൻ ഹാഷ്മിക്ക് അർബുദം സ്ഥിരീകരിക്കുന്നത്. അത്യപൂർവമായ വിംസ് ട്യൂമർ ആയിരുന്നു ബാധിച്ചത്. 5 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ 2019 രോഗമുക്തി നേടുന്നത്. എന്താണ് വിംസ് ട്യൂമർ? നെഫ്രോബ്ലാസ്റ്റോമ എന്നറിയപ്പെടുന്ന വിംസ് ട്യൂമർ കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന കിഡ്നിയെ ബാധിക്കുന്ന അർബുദമാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് പൊതുവെ ബാധിക്കുക. അടിവയറ്റിലെ വീക്കം, മൂത്രത്തിൽ രക്തത്തിന്റെ അംശം, പനി, വിശപ്പില്ലായ്മ, ഉയർന്ന രക്തസമ്മർദ്ദം, ഭാരം കുറയുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI എന്നിവയിലൂടെ രോഗസ്ഥിരീകരണം നടത്തും. ട്യൂമർ നീക്കം ചെയ്യാനുള്ള സർജറി, അവശേഷിക്കുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കീമോതെറാപ്പി എന്നിവയാണ് പ്രധാന ചികിത്സ. ചില ഘട്ടങ്ങളിൽ റേഡിയേഷൻ തെറാപ്പിയും ചെയ്യേണ്ടി വന്നേക്കാം. രോഗമുക്തിയുടെ നിരക്ക് കൂടുതലുള്ള അർബുദമാണിത്. കൃത്യസമയത്ത് രോഗസ്ഥിരീകരണം നടത്തി ചികിത്സ ആരംഭിച്ചാൽ ക്യാൻസറിനെ അതിജീവിക്കാനാവും. വിംസ് ട്യൂമർ ബാധിതരായ കുട്ടികൾ രോഗത്തെ അതിജീവിക്കാനുള്ള സാധ്യത 90%